എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ കൃപ കൊണ്ട് മൂടിയ ദിവസങ്ങളാണ് ഓരോ ദിവസങ്ങളും. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് ഗബ്രിയേൽ മാലാഖ മറിയോട് പറയാൻ കാരണം, കൃപ ലഭിച്ചവർക്ക് ബഹുമാനം ഉണ്ടാകും. സ്വർഗത്തിലെ ദൂതന്മാർ പോലും ബഹുമാനിക്കത്തക്ക രീതിയിൽ പദവി ലഭിച്ചതാണ് കൃപ ലഭിച്ചു എന്ന് പറയുന്ന വാക്ക്. അതുകൊണ്ട് ഒരു മറിയക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ കോടാനുകോടി ദൂതന്മാർക്ക് പറയാനുള്ളത്, കൃപ ലഭിച്ചവരെ, കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പോൾ അതൊരു വലിയ പദവിയാണ്. കൃപ ലഭിക്കുക എന്ന് പറയുന്ന അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന ദാനം എന്നല്ലേ. ഒരർഹതയില്ല നമുക്ക്. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നു. ഇന്ന് ഭൂമിയിലുള്ള പലർക്കും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് നമുക്കുണ്ടായി. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായി ജീവിക്കാനല്ല നമ്മെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഏറ്റവും സമ്പന്നനായി എന്നും നിത്യത വരെ ജീവിക്കാൻ ക്രിസ്തുവേശുവിലുള്ള സമ്പന്നതയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പന്നത. ഇത് മനസ്സിലാക്കിയ പത്രോസ് യോഹന്നാനും പറയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. അതിൻ്റെ അർത്ഥം വെള്ളിയും പൊന്നും കൊണ്ട് നടക്കാത്ത പല കാര്യവും ഞങ്ങളുടെ കയ്യിലുണ്ട്. വെള്ളിക്കും പൊന്നിനും ഒരു പരിധിയുണ്ട്, പണത്തിനൊരു പരിമിതിയുണ്ട്. എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ളതിന് പരിമിതികളില്ല. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഈ അപ്പോസ്തലന്മാർ പത്രോസ് യോഹന്നാനും പറയുന്നത്. വെള്ളിക്കും പൊന്നിനും നടക്കാത്ത കാര്യം, പണത്തിന് കഴിയാത്തത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ പേരാണ് സമ്പന്നത. സമ്പന്നത എന്ന് പറയുന്നത് കുറേ നോട്ട് കെട്ടുകളല്ല. സമ്പന്നത എന്ന് പറയുന്നത് വീടല്ല, കാറല്ല. സമ്പന്നത എന്ന് പറയുന്നത് അതിനു മുകളിലാണ്. 3 യോഹന്നാൻ 2 പറയുന്ന പോലെ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് സമ്പന്നത. ആത്മാവ് ശുഭമാണ്. കുറേ സമ്പത്തുണ്ട്, എന്നാൽ ധനമുണ്ട്, ആത്മീകമായി മരിച്ച വ്യക്തിയാണെങ്കിലോ ആ വ്യക്തിക്ക് അതുകൊണ്ട് ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. ദൈവമില്ലാത്തവന് എന്നും ഒരു ശൂന്യതയാണ്. അവൻ്റെ ജീവിതത്തിൽ എന്നും ഒരു അസ്വസ്ഥതയാണ്. ആത്മാവ് ശുഭമായിരിക്കാത്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ വെച്ച് വളരെയധികം ശൂന്യതയുള്ളവനും നിരാശനും നാളെയെക്കുറിച്ച് ഭയമുള്ളവനുമാണ്. എന്നാൽ ആത്മാവ് സമ്പന്നനായിരിക്കുന്ന വ്യക്തി, 3 യോഹന്നാൻ 2 പറയുന്ന ആ കാര്യം, വീണ്ടും ജനിച്ച വ്യക്തി, ആ വ്യക്തിക്ക് നാളെയെക്കുറിച്ച് പേടിക്കണ്ട. ആ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ കൈകളിലാണ്. കർത്താവിൻ്റെ കൈകളിൽ അവരെ തന്നെ അവർ ഭരമേൽപ്പിച്ചതാണ്. ഇതാണ് രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം. അവൻ്റെ വാക്കുകളെല്ലാം വളരെ വ്യക്തമായ വാക്കുകളാണ്. അവൻ്റെ ചിന്തകൾ പോലും വിജയകരമായ ചിന്തകളാണ്. അവൻ പരാജയം ചിന്തിക്കില്ല, കാരണം അവൻ്റെ ഉള്ളിൽ പരാജയമില്ല. അതിൻ്റെ കാരണം, അവൻ സ്വീകരിച്ച കർത്താവ് എങ്ങും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഒരിക്കലും നെഗറ്റീവായി മാറരുത്. ഇങ്ങനെ പറയാറുണ്ട്, ശബ്ദത്തെ നീ ഉയർത്തരുത്, നിന്റെ വാക്കുകളെ നീ ഉയർത്തണം. ചില സമയങ്ങളിൽ ശബ്ദമുയർത്തും. ശബ്ദമുയർത്തുന്നത് അറിവില്ലായ്മയാണ്. ശബ്ദവിപ്ലവമല്ല വേണ്ടത്. പിന്നെ എന്താണ്? വാക്കുകളുടെ വിപ്ലവം. അതാണ് പൗലോസ് നടത്തിയത്, അതാണ് പത്രോസ് നടത്തിയത്, യേശു കർത്താവ് ചെയ്തത്. വാക്കുകളുടെ വിപ്ലവം. യേശുവിനെതിരെ എല്ലാവരുടെയും ശബ്ദവിപ്ലവം നടത്തി. സ്തെഫാനോസിനെതിരെ എല്ലാവരും ശബ്ദവിപ്ലവം നടത്തി. എന്നാൽ ഇവരെല്ലാം വാക്കുകളുടെ വിപ്ലവം നടത്തിയവരാണ്. നിത്യതയുടെ വചനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ, സൗഖ്യത്തിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ച് വാക്കുകളുടെ വിപ്ലവം നടത്തുവാൻ നമുക്ക് കഴിയണം. ശബ്ദവിപ്ലവം,
സാധാരണ മനുഷ്യൻ്റേതാണ്. അതിനെ കർത്താവ് വില കുറഞ്ഞതായിട്ടേ കാണുന്നു. എന്നാൽ ഏറ്റവും വിലയേറിയത് വാക്കുകളുടെ വിപ്ലവമാണ്. യേശു വന്നിട്ട് വചനം തന്നു. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം നമുക്കറിയാം. മത്തായി 5, 6, 7 വാക്കുകളുടെ വിപ്ലവമാണ്. ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ. വചനം കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് മാറ്റിമറിച്ചു കളഞ്ഞു. സാക്ഷാൽ വചനമായവൻ ഈ ഭൂമിയിൽ വന്നിട്ട് അവൻ വചനം സംസാരിച്ച് തീർന്ന ശേഷം അവൻ അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ആദ്യം വാക്കുകൾ, വചനങ്ങൾ, റീമ വാക്കുകൾ. മോശയ്ക്ക് കൽപ്പലകയിൽ എഴുതി കൊടുത്തവൻ തന്നെയാണ് സാക്ഷാൽ വാക്കുകളായി ഭൂമിയിലേക്ക് വന്നത്. യേശുവിൻ്റെ വാക്കുകൾ ജനങ്ങളെ മാറ്റിമറിച്ചു. ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. ദുഷ്ടനോട് എതിർക്കണമെന്ന് ന്യായപ്രമാണം പറയുന്നു. ഞാനോ പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്, ശത്രുക്കളെ സ്നേഹിക്കണം. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണെന്നല്ലേ ന്യായപ്രമാണം പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. കർത്താവ് ന്യായപ്രമാണത്തെ നീക്കിയതല്ല, അതിനെ നിവർത്തിക്കുകയാണ് ചെയ്തത്. വാക്കുകൾ കൊണ്ട് തന്നെ യേശു ഒരു പൂർണ്ണത കൊണ്ടുവന്നു. ക്രിസ്തുവേശുവിൽ എല്ലാം പൂർണ്ണമാകുന്നു. ന്യായപ്രമാണം ഒരു അപൂർണതയുടെ കൽപ്പനകളായിരുന്നു. അതാർക്കും അനുസരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് അതിനെ പൂർണ്ണമാക്കി. കാൽവരി കുരിശിൽ യേശു വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. അത് പൂർത്തീകരിക്കാൻ ആർക്കും കഴിയാത്തതായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ അത് നിറവേറി. എന്നിട്ട് യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എൻ്റെ കയ്യിലാണ്. നിങ്ങൾ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, സകലരെ ശിഷ്യരാക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സകല സൃഷ്ടികളോടും നിങ്ങൾ പ്രസംഗിക്ക്. വാക്കുകളുടെ വിപ്ലവം. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അടങ്ങിയിരിക്കരുത്. നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കണം. പത്രോസും യോഹന്നാനും ഒക്കെ ഇത് തന്നെയാണ് അന്നത്തെ മഹാപുരോഹിതന്മാരോട്, അധികാരികളോട് പറഞ്ഞത്. ഈ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് അവർ പറഞ്ഞപ്പോൾ, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ശബ്ദവിപ്ലവമല്ല, വാക്കുകളുടെ വിപ്ലവം. എന്താണ് സത്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആർക്കും അടക്കി വെക്കാൻ കഴിയില്ല. ഇന്ന് പല വിശ്വാസികളും നാവെടുത്ത് സംസാരിക്കാത്തതിൻ്റെ കാരണം സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന താക്കോൽ പലർക്കും അടഞ്ഞുപോയതാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരുന്നവർക്ക് വാക്കുകളുടെ വിപ്ലവം നടത്തുവാൻ കഴിയും. അതായിരുന്നു സ്തേഫാനോസ് നടത്തിയിരുന്നത്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് വീണ്ടും വരാം. 7-ാം അധ്യായത്തിൽ 49-48 മുതൽ, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാതാനും. വാക്കുകളുടെ വിപ്ലവമാണ് സ്തേഫാനോസിലൂടെ നടക്കുന്നത്. അദ്ദേഹം പറയാണ്, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എൻ്റെ വിശ്രമസ്ഥലം ഏത്? ഇതൊക്കെ എൻ്റെ കൈപ്പണിയല്ലോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. അതിൻ്റെ അർത്ഥം, നിങ്ങൾ പണിയുന്ന ആലയം എൻ്റെ വിശ്രമസ്ഥലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് യേശു കർത്താവിന്, ദൈവത്തിന് വിശ്രമിക്കുവാൻ ഒരിടം കണ്ടെത്തിയത് നമ്മളാണ്. മനുഷ്യൻ പണിയുന്ന കൈപ്പണിയിലല്ല ദൈവം തൻ്റെ വിശ്രമം കാണുന്നത്. ദൈവം സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൈപ്പണിയിലാണ്. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എൻ്റെ വിശ്രമസ്ഥലം ഏത്? അപ്പൊ ദൈവം നമ്മിൽ വിശ്രമം കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുമ്പോൾ, നാം പുതിയ സൃഷ്ടികളാകുമ്പോൾ നമ്മിലാണ് കർത്താവിൻ്റെ സന്തോഷം, കർത്താവിൻ്റെ സംതൃപ്തി. അതാണ്. അതുകൊണ്ട് ആ ക്രൂശിൽ നിവർത്തിയായെന്ന് വിളിച്ചു പറഞ്ഞത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് ക്രൂശിൽ വിളിച്ചു പറഞ്ഞു.
കർത്താവിൻ്റെ ദാഹം നമ്മളായിരുന്നു. നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് ഭക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ശമരിയക്കാരി പാത്രം താഴെ വെച്ചിട്ട് ശമരിയിലേക്ക് ഓടിയിരിക്കുകയാണ്. അവള് ഒരു വലിയ കൂട്ടവുമായിട്ട് വരും. അതാണ് യേശുവിൻ്റെ വിശപ്പ്. എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശുവിന് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അത് നമ്മളാണ്, നമ്മുടെ വിടുതലാണ്, നമ്മുടെ സൗഖ്യമാണ്, നമ്മുടെ കുടുംബങ്ങളുടെ ഉയർച്ചയാണ്, നമ്മുടെ വാഗ്ദത്ത നിവൃത്തിയാണ് കർത്താവിൻ്റെ വിശപ്പും ദാഹവും പരിപൂർണമാക്കുന്നത്. ശമരിയക്കാരി വിടുവിക്കപ്പെട്ടപ്പോൾ, ശമരിയക്കാർ വിടുവിക്കപ്പെട്ടപ്പോൾ, ശിഷ്യന്മാർ രൂപാന്തരപ്പെട്ടപ്പോൾ, അവരെല്ലാം അഭിഷേകത്തിലേക്ക് വന്നപ്പോൾ യേശുവിൻ്റെ വിശപ്പും ദാഹവും ശമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അർത്ഥം യേശുവിന് വിശ്രമം കൊടുക്കുന്നത് നമ്മുടെ ആത്മീക വർധനവാണ്. നാം ആത്മീകമായിട്ട് വളരുമ്പോൾ കർത്താവ് സ്വസ്ഥമാകുകയാണ്. കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മൾ ആത്മാവിൽ വളരുമ്പോഴാണ്. നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, പാപത്തോട് അകന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ പണിയുന്ന ആലയം ഏതുവിധം? ഞാൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. എൻ്റെ വിശ്രമസ്ഥലം ഏതാണ്? എനിക്ക് കൈപ്പണിയായതിൽ വസിക്കാൻ താല്പര്യമില്ല. ഇന്നും ഭൂമി മുഴുവനും ക്രിസ്തീയ ദേവാലയങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക മുതൽ ഭൂമിയുടെ അറ്റം വരെയും വലിയ വലിയ പള്ളികൾ തല ഉയർത്തി നിൽക്കുകയാണ്. ഏറ്റവും വലിയ പണം മുടക്കി ഇന്നും ദേവാലയങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. തല ഉയർത്തി നിൽക്കുന്ന ദേവാലയം. എന്നാൽ അവിടെയൊന്നും കർത്താവിന് താല്പര്യമില്ല എന്ന് പുതിയ നിയമസഭ തിരിച്ചറിയണം. കർത്താവ് പണിതത് ഞാൻ എൻ്റെ സഭയെ പണിയും, സഭ എൻ്റെ കെട്ടിടം പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ലെന്നല്ല, ഞാൻ എൻ്റെ സഭയെ പണിയും. ജീവനുള്ള കല്ലുകളെ കൊണ്ട് സഭ പണിയും. പാപികളെ തിരഞ്ഞെടുത്ത് അവരെ രൂപാന്തരത്തിലേക്ക് നയിച്ച് അവരെ കൊണ്ട് പണിയും. അതാണ് സഭ. നമ്മെ കൊണ്ട് പണിയുന്നതാണ് സഭ. നിങ്ങളെ ഒരു വലിയ പണിക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാകുന്ന അഭിമാനം എത്ര വലുതാണ്. കർത്താവ് വലിയൊരു പണിക്ക് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മാത്രമല്ല, നിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും അതാണ് എൻ്റെ ഏറ്റവും വലിയ ദാഹമെന്നൊക്കെ ദാവീദ് 27 സങ്കീർത്തനം 4-5 വാക്യങ്ങളിലെല്ലാം പറയുന്നു. ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് തന്നെ അപേക്ഷിച്ച് യഹോവയുടെ മനോഹരത്വം കാണും, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കും. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് നല്ലത്. ഇതൊക്കെ പഴയ നിയമത്തിൽ പറയുമ്പോൾ ഇതൊക്കെ ദാവീദിന്റെ സ്വപ്നമാണെങ്കിൽ ദൈവം പറയുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു പള്ളിയും പണിയണ്ട. ഞാൻ ഇന്നൊരു പള്ളിയിലല്ല, ഒരു പാപി മനംതിരിയുമ്പോൾ സ്വർഗത്തിലധികം സന്തോഷം. അതാണ് ലൂക്കോസ് 15 കർത്താവ് പഠിപ്പിച്ചത്. ഭൂമിയിൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും, സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. മടങ്ങി വന്ന അല്ലെങ്കിൽ കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടിയ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയ ചരിത്രങ്ങൾ 3 അതിൽ പറയുന്നുണ്ട്. സ്വർഗത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ മാർഗം, കാണാതെ പോയതിനെ തപ്പിയെടുക്കണം. വിലയേറിയ ദ്രഹ്മയെ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി തപ്പിയെടുത്തപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ നമ്മൾ ദൈവിക വെളിച്ചത്തിന്റെ മുമ്പിൽ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം. അടുത്തത് 99 ആടും മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കാണാതെ പോയ, പിശാചിന്റെ കയ്യിൽ പെട്ടുപോയ ഒന്നിനെ തപ്പിയെടുത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗത്തിലെ സന്തോഷം. 3
എല്ലാം നശിപ്പിച്ച് ദൂരെ പോയി നശിച്ച ഇളയ മകൻ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന വീട്ടിലെ സന്തോഷം. ഇത് മൂന്നും ചേർത്തിട്ട് പറഞ്ഞു, ഇതാണ് സ്വർഗത്തിലെ സന്തോഷം. കർത്താവ് ഇടക്ക് പറയും, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇതാണ് സന്തോഷം. നമ്മെ ദൈവത്തിൻ്റെ ആലയങ്ങളായി കർത്താവ് കണ്ടു കഴിഞ്ഞു. നാം ആണ് ദൈവത്തിൻ്റെ ആലയം. നമ്മിലാണ് കർത്താവിൻ്റെ വിശ്രമം. കർത്താവ് നമ്മിലാണ് വസിക്കുന്നത്. നമ്മിലൂടെയാണ് കർത്താവിന് സ്വസ്ഥതയുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു നല്ല ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. സ്തെഫാനോസ് വളരെ സ്വസ്ഥതയുള്ളവനാണ്. അവനെതിരെ പല്ല് ഞെരിക്കുന്ന ആൾക്കാർ അവന് വിഷയമൊന്നുമല്ല. അവന് നേരെ കല്ലെടുക്കുന്നവരൊന്നും സ്തെഫാനോസിന് വിഷയമല്ല. കാരണം സ്തെഫാനോസ് വളരെയധികം ദൈവിക സ്വസ്ഥത അനുഭവിക്കുന്നവനാണ്. അവന് മരണമൊന്നും കേട്ടാന്നും തോന്നൂല. കാരണം അതിനേക്കാൾ വലുതാണ് അവൻ അനുഭവിക്കുന്ന സന്തോഷം. ക്രിസ്തീയത എന്ന് പറയുന്നത് എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണിക്കുകയാണ്. 51 വാക്യം, ഷാഢ്യക്കാര് ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടും നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. നിങ്ങൾ പ്രാപിച്ചവരാണ്, പലതും പ്രാപിച്ചു, എന്നിട്ടും പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. നീതിമാനെതിരെ ആയുധങ്ങൾ എടുത്തു, ചാട്ടവാറെടുത്തു, നീതിമാന് വേണ്ടി കുരിശുണ്ടാക്കി. നിങ്ങൾ വലിയ ദൈവാലോചന പ്രാപിച്ചവരാണ്. പ്രാപിക്കാൻ കഴിയും, എന്നാൽ പ്രമാണിക്കുവാൻ ബുദ്ധിമുട്ടാണ്. സ്തെഫാനോസ് പറയാണ്, നിങ്ങൾ വലിയ കാര്യങ്ങൾ പ്രാപിച്ചവരാണ്. തൃക്കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്തുകളെ പ്രാപിച്ചവരാണ്. എന്നാൽ പ്രമാണിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് എബ്രായലേഖനം 11:6 പറയുന്നു. പ്രാപിച്ചവരെക്കാൾ പ്രമാണിക്കുന്നവരാണ് ശക്തർ. ഒത്തിരി വചനം അറിയാം, എന്നാൽ അത് പ്രമാണിക്കാൻ കഴിയുന്നില്ല. സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല, പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാണ്. ദൈവകൃപയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. ഇതാ യഹൂദന്മാർ തോറ്റുപോയി. ആ സ്ഥാനത്താണ് ജാതികളായ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തത്. നമുക്ക് കഴിയും. കാരണം കർത്താവ് നമുക്ക് എന്ത് തന്നു? ഒരു നല്ല വിശ്വാസിയായി ജീവിക്കാനുള്ള കൃപ തന്നു. നിങ്ങൾക്കും എനിക്കും അതിനുള്ള ഭാഗ്യം തന്നു. യഹൂദനെ തള്ളിയിട്ടാണ്. സ്തെഫാനോസൊക്കെ യഹൂദനെ ശാസിക്കുകയാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ ദൈവമക്കളായെന്ന്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ആദ്യ യഹൂദന്റെ അടുക്കിലേക്ക് തന്നെ ദൈവം ചെന്നു, എന്നാൽ അവർ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടി. നമ്മൾ കേട്ട വചനങ്ങൾ നമുക്ക് പ്രമാണിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ കേൾക്കുന്ന വചനങ്ങൾ, പ്രാപിച്ച വചനങ്ങൾ, ഈ കേട്ട വെളിപ്പാടുകൾ പ്രമാണിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ. ഞങ്ങളെ അതിനായി സഹായിക്കണം. ഞങ്ങളുടെ പ്രകൃതി അങ്ങ് അറിയുന്നു. ഞങ്ങൾ തെറ്റിപ്പോകുന്ന ജനമാണ്. ഞങ്ങളെ സഹായിക്കാൻ അങ്ങേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ വചനങ്ങൾ പ്രമാണിക്കാൻ അങ്ങയുടെ ശക്തി വേണം. അങ്ങ് തരുന്ന വെളിപ്പാടുകൾ വേണം. ഞങ്ങളെ അതിനായിട്ട് എരിവുള്ളവരാക്കണമേ. അങ്ങേ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉത്സാഹമുള്ളവരാക്കണം. പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാ അറിവില്ലായ്മകളെയും പൊറുക്കണം. ഒരു പുതിയ തുടക്കം ഞങ്ങളിൽ തരണമേ. യഹൂദന് സംഭവിച്ച ഗതികേടുകളൊന്നും ഞങ്ങൾക്കുണ്ടാകരുത്. യഹൂദനുണ്ടായ അറിവില്ലായ്മയും അഹങ്കാരവും ഞങ്ങളിൽ വരരുതേ. ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ ദൈവകൃപയെ നന്ദിയുള്ളവരായി ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രമാണിക്കാൻ ഞങ്ങളെ ഇന്നു മുതൽ ശക്തീകരിക്കും. കേൾക്കുന്നവർ സൗഖ്യമാകും. ഇവരുടെ ആവശ്യങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ,
ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നമുക്ക് ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയുടെ ഒടുവിലത്തെ സമയങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് ചർച്ചിൽ വെച്ച്, പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. വരാൻ കഴിയുന്നവർ വരിക, നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. നമുക്ക് ചേർന്ന് പാടി അല്പസമയം കൂടി ആരാധിച്ച് പിരിയാം. ഗോഡ് ബ്ലസ് യു. ആരാധിക്കുന്നു.